എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 74-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം. ദിവസവും മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. വക്കച്ചൻ ചേട്ടൻ തന്നെയാണ് കിച്ചുവിൻ്റെ കൂടെ അഡ്മിഷൻ എടുക്കാൻ പോയത്. ഒരു കാര്യം സമ്മതിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വക്കച്ചൻ ചേട്ടന്. സമ്മതിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ചേട്ടൻ ഭംഗിയായി ചെയ്യും. കോളേജിൽ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ കിച്ചുവിൻ്റെ രക്ഷകർത്താവാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ പിന്നെ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഉത്തരവും കൊടുത്തു. പിന്നെ അവർ പറഞ്ഞ വ്യവസ്ഥകൾക്കെല്ലാം സമ്മതം മൂളി. കിച്ചുവിന് ഒരു കുറവും വരുത്താതെയാണ് ഓഫീസിൽ നിന്നും പുറത്തേക്കിറങ്ങിയത്. അനുവിൻ്റെയും സ്നേഹയുടെയും രക്ഷകർത്താവായി വരുന്നത് മദറായിരിക്കും എന്നവൾ പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് മദറിൻ്റെ ഒപ്പം തന്നെ സ്കറിയ സാറും ഉണ്ടായിരുന്നു. സാറിൻ്റെ ഒരു ശിഷ്യനാണ് ഇപ്പോൾ അവിടെ കോളേജിലെ പ്രിൻസിപ്പൽ. അതുകൊണ്ട് അവരോട് കാര്യമായ ഒന്നും ചോദിച്ചില്ല. പേപ്പറുകളെല്ലാം നോക്കി അടയ്ക്കേണ്ട തുകയും അടച്ച് അവർ തിരിച്ചു പോന്നു. അഡ്മിഷൻ സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കുട്ടികളുടെ താമസ സൗകര്യവും ഭക്ഷണവും മറ്റും. വളരെ അകലെ നിന്നും വരുന്ന കുട്ടികൾക്കൊന്നും വീട്ടിൽ പോയി വരാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ളവർക്കായി കോളേജിൻ്റെ ഹോസ്റ്റലിൽ മുറികളുണ്ട്. എന്നാൽ ചിലപ്പോൾ അത് തികയാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഹോസ്റ്റൽ കിട്ടാത്തവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും കൊടുക്കാൻ തയ്യാറാകുന്ന പേയിങ് ഗസ്റ്റ് സൗകര്യങ്ങൾ ഉണ്ട്. ആ മേഖലയിലും ഇപ്പോൾ മത്സരമാണ്. ആ സൗകര്യങ്ങൾ നൽകുന്ന ആളുകൾ കോളേജിൽ ഇൻ്റർവ്യൂ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. കിച്ചുവിനോടും വക്കച്ചൻ ചേട്ടനോടും അവർക്ക് ആ കാര്യം പറഞ്ഞു. എന്നാൽ പോയി വരാവുന്ന ദൂരമേ ഉള്ളൂ എന്നതുകൊണ്ടും അത്രയുമെങ്കിലും ചെലവ് കുറയ്ക്കണം എന്നതുകൊണ്ടും അവൻ പോയി വരുന്ന കാര്യമാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ അവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്തു. അവിടെ നിന്നാവുമ്പോൾ അനുവിനും സ്നേഹയ്ക്കും ഒരു വണ്ടിക്ക് കയറിയാൽ അരമണിക്കൂർ കൊണ്ട് എത്താവുന്നതേയുള്ളൂ. കോളേജിലേക്ക് പോകാൻ 9 മണിക്ക് കോൺവെൻറ്റിൽ നിന്നിറങ്ങിയാലും മതി. സുഖമായിട്ട് 10 മണിയാകുമ്പോഴേക്കും കോളേജിലെത്താം. മാത്രമോ ആ സമയത്തിന് 2 ബസ്സുകൾ ലഭ്യമാണ് താനും. അതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ ഒരു വിഷമവുമില്ലാതെ കോളേജിലെത്താം. അടുത്തതായി ഉണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നം കിച്ചുവിൻ്റെ താമസം മാറലാണ്. അവൻ +2-ൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഇടവകയിലെ കുറേ പേർക്ക് അത് നിർബന്ധമായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും പള്ളിമുറിയിലെ താമസത്തിൽ നിന്ന് മാറ്റണമെന്ന് അവരെ എല്ലാവരേക്കാളും മുന്നിൽ നിന്ന് നയിച്ചിരുന്നത് നീതുവിൻ്റെ അപ്പൻ ലൂയിസ് ആയിരുന്നു. നീതുവിന് അവനോടൊരടുപ്പമുണ്ടെന്ന് കേൾക്കുകയും കൂടി ചെയ്തതോടെ അയാളുടെ നിർബന്ധം വളരെ രൂക്ഷമായി. അയാളും അയാളുടെ ശിങ്കിടികളും വേറെ കുറേ പേരും കൂടിയാകുമ്പോൾ പള്ളി പൊതുയോഗത്തിൽ അവരൊരു പ്രധാന വിഭാഗം തന്നെയാണ്. അങ്ങനെ പള്ളി പൊതുയോഗം ആവശ്യപ്പെട്ടതാണ് എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ താമസം അവിടെ നിന്നും മാറ്റണം എന്നത്. അച്ഛന് താല്പര്യമില്ലെങ്കിലും അതിനെതിരെ പറയാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അച്ഛൻ തൽക്കാലത്തേക്ക് ഒരു സാവകാശം ചോദിച്ചിട്ട് വക്കച്ചൻ ചേട്ടനോട് അനുവാദം വാങ്ങിച്ചത്. അനുവാദം ലഭിച്ച സ്ഥിതിക്ക് അടുത്തു വരുന്ന അവധിക്കാലത്ത് തന്നെ അവനെ അവിടെ നിന്നും മാറ്റാൻ തീരുമാനിച്ചിരുന്നതുമാണ്. അതിനിടയ്ക്കാണ് എൻട്രൻസ് പരീക്ഷയും മറ്റു കാര്യങ്ങളും എല്ലാം വന്നത്. അതുകൊണ്ട് കുറച്ച് നാൾ കൂടി മുന്നോട്ട് പോയി എന്നേ ഉള്ളൂ. എൻജിനീയറിംഗ് അഡ്മിഷൻ എടുത്ത് തിരിച്ചു വന്ന അന്ന് വൈകുന്നേരം ലൂയിസും മറ്റ് 2 പൗരപ്രമുഖരും കൂടി അവിടെ വന്നു. അച്ഛനെ കാണാനാവണം അവർ വന്നത്. അവർ ഇങ്ങോട്ട് വരുമ്പോൾ കിച്ചു അച്ഛൻ്റെ പൂച്ചെടിക്ക് നനയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ അകത്ത് ചെന്ന് അവർ വരുന്ന വിവരം അച്ഛനോട് പറഞ്ഞു. അവരെന്തിനാണ് വരുന്നതെന്ന് ഏകദേശം എനിക്കറിയാമെടാ. നീ ഏതായാലും പോയി ഇന്നുകൂടി വെള്ളമൊഴിക്ക്. അപ്പോഴേക്കും അവരവിടെ എത്തി.
അച്ഛൻ പള്ളിമുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന് അതിഥികൾക്കിരിക്കാനുള്ള കസേരകളിൽ ഇരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടതിന് ശേഷം തനിക്കുള്ള കസേരയിൽ ഇരുന്നു. അന്ന് നമ്മൾ പൊതുയോഗത്തിൽ ഒരു തീരുമാനമെടുത്തപ്പോൾ അച്ഛനൊരു വാക്ക് പറഞ്ഞിരുന്നു, ഇവനെ എത്രയും വേഗം ഇവിടെ നിന്നും മാറ്റിക്കോളാമെന്ന്. അതിന് പരമാവധി അവധിയായി പറഞ്ഞിരുന്നത് ഈ വിദ്യാഭ്യാസ വർഷത്തിൻ്റെ അവസാനം വരെയാണ്. പറഞ്ഞ കാലാവധി കഴിഞ്ഞ് പിന്നെയും 2-3 മാസം കൂടി മുന്നോട്ട് പോയി. എന്നിട്ടും തീരുമാനമൊന്നും എടുക്കാത്തത് ഞങ്ങൾ ചോദിക്കാത്തതുകൊണ്ടാണോ എന്നറിയാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി ലൂയിസേ. ഞാൻ അന്ന് തീരുമാനം പറഞ്ഞതും ശരിയാണ്. പുതിയ വിദ്യാഭ്യാസ വർഷം തുടങ്ങുന്നതിന് മുൻപേ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ വർഷം അവസാനിക്കുന്നതിന് മുൻപ് എന്നല്ല. അത്ര മാത്രമേ മാറ്റമുള്ളൂ. അതിനിടയിൽ ചെറിയൊരു കാര്യം വന്നതുകൊണ്ടാണ് 1 മാസത്തെ വ്യത്യാസം വന്നത്. ചെറിയ കാര്യം എന്താണെന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്കറിയാനൊക്കുകയുള്ളൂ? അതോ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കാനുള്ള വേണ്ടിയുള്ള പരിപാടിയാണോ? അങ്ങനെ പറഞ്ഞു പറ്റിക്കാനുള്ള പദ്ധതിയൊന്നും ഞങ്ങൾ സമ്മതിച്ചു തരികയില്ല. അത്തരം പരിപാടികളിലൊന്നും ഞങ്ങളുടെ അടുത്ത് നടപ്പില്ല. അവന് സാധാരണഗതിയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയതുകൊണ്ട് അവന് എൻജിനീയറിംഗ് എൻട്രൻസ് എഴുതണം എന്നൊരു താൽപ്പര്യം പറഞ്ഞു. എൻ്റെ അനുജൻ അടിമാലിയിൽ നടത്തുന്ന സ്ഥാപനത്തിൽ പോയി അവർ പഠിക്കുകയും ചെയ്തു. അതിനു വേണ്ടിയാണ് ഇക്കഴിഞ്ഞ മാസം താമസം മാറാതിരുന്നത്. തൻ്റെ മകൾ നീതു മുഴുവൻ സമയവും കുത്തിയിരുന്ന് പഠിച്ച് എഴുതിയിട്ടും അവൾക്കതിന് സെലക്ഷൻ കിട്ടിയില്ല. അവസാനം പണം കൊടുത്ത് അഡ്മിഷൻ മേടിക്കേണ്ടി വന്നു. പിന്നെയല്ലേ ഈ പള്ളിമുറിയിലെ കുശിനിപ്പണി കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് പഠിച്ചിട്ട് അവന് സെലക്ഷൻ കിട്ടാൻ. എന്നിട്ടിപ്പോൾ എന്തായി? അവന് റാങ്ക് കിട്ടുകയും സെലക്ഷൻ കിട്ടുകയും ചെയ്തായിരിക്കും. ഞാൻ വിവരമൊന്നും അറിഞ്ഞില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. നീതുവിനെ ഞാൻ മാനേജ്മെൻറ്റ് ക്വാട്ടയിൽ ഒരു സീറ്റ് വാങ്ങി കോതമംഗലത്ത് തന്നെ ചേർത്തു. പൊങ്ങച്ചമുള്ള കാര്യങ്ങളെല്ലാം ആരും ചോദിച്ചില്ലെങ്കിലും ലൂയിസ് പറയും. ഇവിടെ ഇപ്പോൾ നീതുവിൻ്റെ കാര്യം ആരും ചോദിച്ചതുപോലുമില്ല. അവൾക്കൊരു നല്ല കാലം വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എന്നാലും ചോദിക്കാതെ അത് പറഞ്ഞതിൻ്റെ പിന്നിലെ കാരണം ആ പണത്തിൻ്റെ പൊങ്ങച്ചം കേൾപ്പിക്കാനാണ്. ചോദിച്ചില്ലെങ്കിലും അങ്ങ് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചാണ്. അച്ഛന് അത് മനസ്സിലാകാഞ്ഞിട്ടല്ല, എന്നാലും അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. അവന് 4000-നടുത്താണ് റാങ്ക് കിട്ടിയത്. അതുകൊണ്ട് ഓപ്ഷനും കൊടുത്തു. ഇന്ന് പോയി അഡ്മിഷനും എടുത്തു. മാനേജ്മെൻറ്റ് കോട്ട ഒന്നും വേണ്ടി വന്നില്ല, മെറിറ്റിൽ തന്നെ കിട്ടി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ ചോദിച്ചു വന്ന കാര്യത്തിൻ്റെ തീരുമാനത്തെപ്പറ്റി അച്ഛനൊന്നും പറഞ്ഞില്ല. നമ്മുടെ ഇടമറ്റത്തിലെ വക്കച്ചനും ചേട്ടത്തിയും മാത്രമായിട്ടാണല്ലോ അവിടെ താമസിക്കുന്നത്. അവർക്ക് കിച്ചുവിനെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവൻ അവരുടെ വീട്ടിലേക്കാണ് താമസം മാറുന്നത്. ഇന്നു മുതൽ മാറ്റത്തിനുള്ള ഓരോ കാര്യങ്ങളായി ചെയ്യും. സാധനങ്ങൾ ഓരോന്നായി എത്തിച്ചു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പറ്റുമെങ്കിൽ ഇന്നു മുതൽ തന്നെ അവൻ അവിടെ താമസം തുടങ്ങും, അല്ലെങ്കിൽ നാളെ. അതിനപ്പുറം എന്തായാലും പോകില്ല. ആരോരുമില്ലാത്ത ഇവനെ അവിടെ നിർത്തുന്നത് എന്ത് ധൈര്യത്തിലാണ്? ഏത് പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണെന്ന് പോലും അറിയത്തില്ല. അവസാനം അവർക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. താനാണെങ്കിൽ അടുപ്പിക്കില്ല, അത് തീർച്ചയാണ്. മാത്രവുമല്ല, അവൻ ഈ നാട്ടിൽ നിന്ന് പോകും എന്നായിരുന്നു തൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതായിരുന്നു തൻ്റെ ആഗ്രഹവും. അതിനുവേണ്ടിയാണ് ഇത്രയേറെ പരിശ്രമിച്ചത്. പക്ഷേ അത് പരാജയമായി പോയി. എന്നിട്ട് വക്കച്ചൻ ചേട്ടൻ സമ്മതിച്ചോ? അതിശയമായിരിക്കുന്നല്ലോ. ഇപ്പോൾ അവന് എൻജിനീയറിങ്ങിന് പഠിക്കാൻ വേണ്ടി വരുന്ന ചെലവ് ആര് വഹിക്കും? അഡ്മിഷൻ പിന്നെ അങ്ങനെ കിട്ടി എന്ന് വിചാരിക്കാം. എന്നാലും പിന്നെയും പണച്ചെലവുണ്ടല്ലോ. കാശിഷ്ടം പോലെ എടുത്ത് മുട്ടിക്കാതെ ഒരു കാര്യവും നടക്കില്ല. ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞാൽ അതുപോലെയാണോ എൻജിനീയറിംഗ് കോളേജിൽ? അടുത്ത 4 വർഷത്തേക്ക് അവന് പഠിക്കാനുള്ള മുഴുവൻ ചെലവും വഹിക്കുന്നത് വക്കച്ചൻ തന്നെയാണ്. അതൊക്കെ നേരത്തെ സമ്മതിച്ചതാണ്. ആ വിവരം അയാളുടെ മക്കളെയും അറിയിച്ച് അവരുടെയും സമ്മതം വാങ്ങിയ കാര്യമാണ്. അതുകൊണ്ട് ഇനി ആ വഴിക്കൊന്നും ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ലൂയിസിൻ്റെ സ്വഭാവത്തിന് അമേരിക്കയിലുള്ള അയാളുടെ മക്കളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഏഷണി കൂട്ടിയേക്കാം. അവരെ പറഞ്ഞ് തിരിച്ച്
അവനെ അവിടെ നിന്ന് ചാടിക്കാമോ എന്ന് നോക്കേണ്ടതാണ്. അത് നോക്കാതിരിക്കാൻ വേണ്ടി ഒരു മുഴം മുമ്പേ എറിഞ്ഞതാണ് അച്ഛൻ. അവനെ പഠിപ്പിക്കാൻ അയാൾ തയ്യാറാണെങ്കിൽ അയാൾ പഠിപ്പിച്ചോട്ടെ. എനിക്കതിലെന്ത് നഷ്ടം? എനിക്ക് നഷ്ടമുണ്ടാക്കാൻ വിചാരിച്ചാൽ ഞാൻ വെറുതെ വിടുകയുമില്ല. ഇവനൊക്കെ ഈ നഷ്ടമുണ്ടാക്കാതെ ഉണ്ടാക്കി കൂട്ടി വയ്ക്കുന്നതിൽ നയാ പൈസ പോലും മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എന്നാലും ശരി, ആക്രാന്തത്തിന് കുറവൊന്നുമില്ല. അല്ല ലൂയിസേ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ആർക്കും ഒരു തരത്തിലുള്ള സഹായവും ചെയ്യാതെ സമ്പാദിച്ചു കൂട്ടി വയ്ക്കുന്നതിൽ 10 പൈസയെങ്കിലും നിനക്ക് അവസാന യാത്രയിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് പറ്റുന്ന ഉപകാരം ചെയ്താൽ അത് നല്ലതല്ലേ? ഇനി നമ്മൾ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. നല്ലത് ചെയ്യുന്ന മറ്റുള്ളവരെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? അച്ഛൻ അഭിനന്ദിച്ചു. എനിക്കേതായാലും ഇങ്ങനെയൊക്കെ ആകാനേ പറ്റൂ. പിന്നെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന കാര്യം, അതിന്നോളം ആരും കൊണ്ടുപോയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാനും കൊണ്ടുപോകുന്നില്ല. പിന്നെ അവിടെ പോയിട്ടാണെങ്കിലും എന്തെങ്കിലും പ്രസ്ഥാനം തുടങ്ങാൻ കഴിഞ്ഞാലോ? അത് പറ്റുമോ എന്ന് ഞാനും ആലോചിക്കും. അങ്ങനെയാണല്ലോ ലൂയിസ് ഇത്രയും കാലം ജീവിച്ചത്. പോകാനുള്ള നിർദ്ദേശം ലൂയിസിൽ നിന്നും കിട്ടിയതനുസരിച്ച് കൂടെ വന്നിരുന്ന ശിങ്കിടികളെല്ലാവരും എഴുന്നേറ്റു. വന്ന കാര്യം അതുപോലെ സാധിച്ചില്ലല്ലോ എന്നൊരു വിഷമം അവരുടെ മുഖത്തുണ്ട്. അത് അത്യാവശ്യവുമാണ്. മറ്റൊരാൾക്ക് നന്മ വരരുത് എന്നാഗ്രഹിച്ചാൽ അത് ചിലപ്പോൾ നടന്നുകൊള്ളണമെന്നില്ല. അനിഷ്ടം പ്രകടമാക്കി തന്നെ ലൂയിസ് ഇറങ്ങി നടന്നു, അച്ഛനോട് പറയുക പോലും ചെയ്യാതെ. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നേക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ നല്ല കാര്യം. അവരും വായിച്ചു കൊള്ളുമല്ലോ. അടുത്ത പാർട്ട് നാളെ തന്നെ സാധാരണ സമയത്ത് പോസ്റ്റ് ചെയ്യും. ഓക്കേ.